അപ്പൊ ഈ പുസ്തകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്തൊക്കെയാണ്, ഈ പുസ്തകങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം ഏതൊക്കെയാണ്, നിങ്ങളുടെ സമയം കളയാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിച്ചു പോകാനായിട്ട് പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ളൊരു പൊടി ട്രിക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മക്കളെ, ഡിഗ്രി പ്രിലിംസ് 2026 ഏതൊക്കെ ബുക്സ് പഠിച്ചാലാണ് മാർക്ക് കിട്ടുക? 60+ മാർക്ക് ഉണ്ട് എങ്കിൽ ധൈര്യമായി മെയിൻസിന് പഠിച്ചു തുടങ്ങാം. പക്ഷേ ഏതൊക്കെ ബുക്കുകൾ റെഫർ ചെയ്യണം? എന്നെ പോലെ ബുക്കുകൾക്കിടയിൽ തലയും വെച്ചിരിക്കുകയാണെങ്കിൽ, കുറെ അധികം ബുക്കുകൾക്കിടയിൽ തലയും വെച്ചിരിക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെ ബുക്സ് ആണ് പഠിക്കേണ്ടത്, അതിലൂടെ എങ്ങനെയാണ് പോവേണ്ടത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചോ. എങ്ങനെ നിങ്ങളുടെ സമയം കളയാതിരിക്കണം, അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്താതെ പഠിക്കാം എന്നുള്ളത് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ആദ്യത്തേത് നിങ്ങളുടെ സിലബസ് അറിയുക എന്നുള്ളതാണ്. മക്കളെ, ആകെ 100 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്. 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത്. ഇതിൽ 50 മാർക്കും കിടക്കുന്നത് മക്കളെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ നിന്നാണ്. അത് ഒഴിച്ചു വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രിലിംസ് പാസ് ആകണമെങ്കിൽ ഇംഗ്ലീഷും, മാത്സും, മലയാളവും പഠിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഹിസ്റ്ററിയിലും അതേപോലെ തന്നെ ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, കൾച്ചറിലുമാണ്. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ കറണ്ട് അഫെയറിനും പ്രാധാന്യം കൊടുത്തോണം. അതേപോലെ ഹിസ്റ്ററിക്ക് 10 മാർക്കുണ്ട്, അവിടെയും പ്രാധാന്യം കൊടുത്തോണം. ബാക്കി വരുന്ന ജോഗ്രഫി, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, അതേപോലെ സിവിക്സ്, ദെൻ നമ്മുടെ കമ്പ്യൂട്ടർ, ഇതൊക്കെ എന്താണ് 5 മാർക്കിന്റെ ടോപ്പിക്സ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നിങ്ങൾക്ക് 100 മാർക്കിലേക്ക് എത്താൻ പറ്റുക. അപ്പൊ നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജിയിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ കൊടുത്തോണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫെയർ പോലെയുള്ള, ഹിസ്റ്ററി പോലെയുള്ള ഭാഗങ്ങൾക്കും ബാക്കിയുള്ള ഭാഗങ്ങൾക്കും അടുത്ത പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുക. ശരി, ഇതിന് വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ പഠിക്കേണ്ട ബുക്കുകൾ ഏതൊക്കെയാണ്? അതിൽ ആദ്യത്തേത് മക്കളെ വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒന്ന് NCERT, SCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നതും അവിടെ നിന്ന് തന്നെയായിരിക്കും. അതായത് 11th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ തീംസസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ 9ാം ക്ലാസ്സിലെ ഇന്ത്യ ആൻഡ് കണ്ടംപററി വേൾഡ് ഫസ്റ്റ് ഉണ്ട്. അതേപോലെ 10ാം ക്ലാസ് ആണെങ്കിൽ അവിടെയും ഇന്ത്യ ആൻഡ് കണ്ടംപററി വേൾഡ് ഫസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് NCERTയിൽ നിന്നോ SCERTയിൽ നിന്നോ പഠിക്കാനായിട്ട് പറ്റും. SCERTയിലുള്ള കുറേ ടോപ്പിക്കുകളും വേൾഡ് ഹിസ്റ്ററിക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി പഠിക്കാനായിട്ട് പറ്റും. ഇനി അതിനുശേഷം നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്കാണ് വരുന്നത് എങ്കിൽ അവിടെ രാജാക്കന്മാരായിട്ടിരിക്കുന്ന 2 ബുക്കുകളുണ്ട്. ഒന്ന് ബ്രേവ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, അതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, ബിപിൻ ചന്ദ്ര. ഒന്ന് സ്പെക്ട്രത്തിന്റെ ബുക്കാണ്, സ്പെക്ട്രത്തിന്റെ ബുക്കുമുണ്ട്, അതേപോലെ തന്നെ ബിപിൻ ചന്ദ്രയുടെ ബുക്കുമുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അതിലേതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അതുകൂടാതെ തന്നെ SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകളും തമിഴ്നാട് SCERT ബുക്കുകളും ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ബിപിൻ ചന്ദ്രയുടെ ബുക്കുമുണ്ട്, സ്പെക്ട്രത്തിന്റെ ബുക്കുമുണ്ട്, തമിഴ്നാട് SCERTയുടെ ബുക്കുമുണ്ട്, NCERT SCERT ബുക്കുകളുമുണ്ട്. ഇതാണ് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇതിന്റെ ബുക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ വന്നാൽ മതിയേ. സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലോട്ട് വന്നാൽ മതി. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ ഒരു PDF, ഞാൻ ഈ ലിസ്റ്റിന്റെ PDF അയച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. എല്ലാവരും സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്തോടാം. ജസ്റ്റ് ഒന്ന് സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, അവിടെ കിട്ടും. അതേപോലെ നിങ്ങൾ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഇവിടെ തന്നെ കാണും. അപ്പോൾ നിങ്ങൾ സൂപ്പർ നോട്ട്സിന്റെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും അടുത്ത് നോക്കിയിട്ട് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള ചരിത്രം എന്ന് പറയുന്ന ഈ A. ശ്രീധരമേനോന്റെ ബുക്കാണ്. ഈ ബുക്കാണ് സ്ഥിരം യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ക്ലാസ്സുകളിൽ, അതായത് സൂപ്പർ നോട്ട്സിന്റെ എല്ലാ ക്ലാസ്സുകളിലും ഈ സ്റ്റാൻഡേർഡ് ബുക്സ് യൂസ് ചെയ്ത് തന്നെയാണ് അധ്യാപകർ ക്ലാസ് എടുക്കുക. ഇവിടെ ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്നത് ഹിസ്റ്ററിയിൽ നിലവിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അവർ ഈ സ്റ്റാൻഡേർഡ് ബുക്കുകൾ യൂസ് ചെയ്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അല്ലിജ സാറാണ് നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഒക്കെ എടുക്കുക. അത്തരത്തിൽ മനോഹരമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ കേരള ചരിത്രം A. ശ്രീധരമേനോൻ കേരള ഹിസ്റ്ററി യൂസ് ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാം. ഇനി വേൾഡ് ജോഗ്രഫിയിൽ മക്കളെ SCERT, NCERT +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ മജിദ് ഹുസൈൻ്റെ ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ജോഗ്രഫിക്ക് വേണ്ടിയിട്ടുള്ള ബുക്കുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. NCERT, SCERT +2 വരെയും യൂസ് ചെയ്യാം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് +1 NCERT ആണ്. +1 NCERT പഠിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാനായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ മാജിദ് ഹുസൈൻ്റെ ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അമൽ സാർ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്താണ് അമൽ സാർ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ജോഗ്രഫി എടുക്കുന്ന അമൽ സാറാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. then അടുത്ത് നോക്കിയാൽ കേരള ജോഗ്രഫിയാണ്. കേരള ജോഗ്രഫി നിങ്ങൾ മെയിൻ ആയിട്ട് SCERT സോഴ്സുകൾ തന്നെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം SCERTയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക്
കേരള ജോഗ്രഫിയിൽ കിട്ടും. ഇതെല്ലാം അരച്ച് കുടിച്ചാണ് അമൽ സാറിന് ക്ലാസ് എടുക്കാൻ വരുന്നത്. അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് SCERT NCERT +1 +2 അതിൽ ഏറ്റവും കൂടുതൽ +1ലെയും +2ലെയും SCERT അല്ലെങ്കിൽ NCERT ആണ്. അവിടെയാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡേറ്റ കിടക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് അത് പരിഗണിക്കാം. ഇനി ഇന്ത്യൻ ഇക്കോണമി കീ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ ഗണേഷിന്റെ ഒരു പുസ്തകമുണ്ട്, അത് യൂസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി രമേഷ് സിംഗിന്റെ ഒരു പുസ്തകമുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് കൂടാതെ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നുള്ള കറണ്ട് അഫെയർ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതും കൂടാതെ ബഡ്ജറ്റ്, ഇക്കണോമിക് സർവേ പോലെയുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ബാച്ച് എടുക്കുമ്പോൾ നിതിൻ സിംഗാനിയയുടെ ബുക്കുണ്ട് കേട്ടോ, നിതിൻ സിംഗാനിയയുടെ ബുക്കുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇതേപോലെയുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളും ഈ കറണ്ട് അഫെയറും ബഡ്ജറ്റുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാനാണ് എക്കണോമിക്സിന്റെ ക്ലാസ് ഡിഗ്രി ലെവൽ ബാച്ചുകളിലൊക്കെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള കണ്ടന്റുകളായിരിക്കും അവിടെയും കിട്ടാൻ പോകുന്നത്. ഇനി അടുത്തത് സിവിക്സ് ആണ്. സിവിക്സ് ആണെങ്കിൽ ഓൺലൈൻ റിസോഴ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 2 ബെയർ ആക്ടുകളാണ്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ബെയർ ആക്ട് പോലെ ഓരോ ആക്ടുകളുടെയും ബെയർ ആക്ടുകൾ വെച്ചുകൊണ്ട് പഠിക്കുന്നതാണ് ബെറ്റർ. അവിടെയും നിങ്ങൾക്ക് വിഷ്ണുനാരായൺ സാറിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകളുടെ ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്റ്റാൻഡേർഡ് ബുക്സ് യൂസ് ചെയ്തിട്ടാണ് അവരും എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ എടുക്കുക. ഇനി അടുത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. മക്കളെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒന്ന് SCERT NCERT യൂസ് ചെയ്യാം, മറ്റൊന്ന് ഈ ഒരു ഭാഗത്ത് M ലക്ഷ്മികാന്തിന്റെ ബുക്കാണ് ബൈബിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുക അല്ലെ. സിവിൽ സർവീസ് എക്സാമുകൾക്കൊക്കെ ബൈബിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ശ്രദ്ധേയമാക്കപ്പെടുന്ന ഒരു ബുക്കാണ് ഏത്, ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത് എന്നറിയപ്പെടുക. ഈ ബുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ബാസാറൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ആ രീതിയിലുള്ള കണ്ടന്റുകളാണ് അല്ലെങ്കിൽ ആ ലെവലുള്ള കണ്ടന്റുകളിലാണ് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിക്കണം, ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അടുത്തത് ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഒന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിന്റെയൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ എന്നുള്ള കണ്ടന്റ് എടുക്കാം. 2 ന്യൂസ് പേപ്പേഴ്സിൽ നിന്നുള്ള കറണ്ട് അഫെയർ ആണ്. ഒരിക്കലും നിങ്ങൾക്ക് ന്യൂസ് പേപ്പേഴ്സ് ഒഴിച്ചുകൂടാനായിട്ട് പറ്റില്ല. അവിടെ നിന്നുള്ള കണ്ടന്റുകൾ പഠിക്കാം. പിന്നെ ബേസിക് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിൽ കറണ്ട് അഫെയർ അതേപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഇത് രണ്ടും ഒഴിച്ചുകൂടാതെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. അവിടെ SCERT +1ന്റെയും SCERT +2ന്റെയും കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കുകൾ പഠിക്കുക. SCERTയിൽ തന്നെ ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ കിട്ടും. 5 മാർക്കാണ് കമ്പ്യൂട്ടർ സയൻസിൽ. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് IT ആക്ട്. അപ്പോൾ IT ആക്ട് 2000 ബെയർ ആക്ട് കൂടി ഒന്ന് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അവിടെയും NCERT SCERT വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലൂടെ യൂസ് ചെയ്താൽ കറണ്ട് അഫെയർ ഡീറ്റെയിൽസും കൂടെ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാൻ പറ്റും. ഇനിയും അരിത്തമെറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്കിന്റെ ടോപ്പിക്കാണ്. മക്കളെ, 20 മാർക്കിന്റെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദിന്റെ അല്ലെങ്കിൽ RS അഗർവാളിന്റെ ഒരു പുസ്തകമുണ്ട്. അതേപോലെ റീസണിങ്ങിനും RS അഗർവാളിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾ യൂസ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്സിൽ നിങ്ങൾക്ക് 20 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും, ഒരു സംശയവും ഇല്ല. 2 നിങ്ങൾ മലയാളം ഇംഗ്ലീഷാണ്. മലയാളത്തിനും ഇംഗ്ലീഷിനും നിങ്ങൾ +2 വരെയുള്ള വൊക്കാബുലറി കൃത്യമായിട്ട് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിനും ഇംഗ്ലീഷിനും തന്നെ വൊക്കാബുലറി SCERT NCERT വൊക്കാബുലറി നോക്കണം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കൺസൈസ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന VK മൂത്തതിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതേപോലെ ജനറൽ ഇംഗ്ലീഷ്, ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ട് അരിഹന്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഓക്സ്ഫോർഡിൻ്റെയും ഇത് അരിഹന്തിൻ്റെ പുസ്തകമാണ്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രയും ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടു. ഈ ബുക്കുകളെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, ഇതെല്ലാം കൂടി വായിച്ച് തീർക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം ഇതൊക്കെ ഒരുപാട് വലിയ ലെങ്ത് ഉള്ള പുസ്തകങ്ങളാണ്. പക്ഷേ ഇതൊക്കെ പഠിച്ചാലാണ് നമുക്ക് പോകാൻ പറ്റുക. അപ്പോൾ ഈ പുസ്തകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്തൊക്കെയാണ്, ഈ പുസ്തകങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം ഏതൊക്കെയാണ്, നിങ്ങളുടെ സമയം കളയാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിച്ചു പോകാനായിട്ട് പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ളൊരു പൊടി ട്രിക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മക്കളെ. ആ ട്രിക്കാണ് സൂപ്പർ നോട്ട്സിൻ്റെ ഡിഗ്രി ലെവൽ സൂപ്പർ മെന്റർ ബാച്ച്. ഈ ബാച്ചിന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ക്ലാസ്സുകൾ എടുക്കുക. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ എടുക്കുന്ന അല്ലിജ സാറാണ്. സാറ് PhD എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ വിഷയത്തിൽ. അപ്പോൾ ഉറപ്പായിട്ടും സാറിന് ആ ബുക്കുകൾ യൂസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. എക്കണോമിക്സ് ഞാനാണ് എടുക്കുക, ജോഗ്രഫി എടുക്കുന്ന അമൽ സാറാണ്. അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബാസ് സാറ്, സിവിക്സ് വിഷ്ണുനാരായൺ സാറ്, മാത്സ് എടുക്കുന്നതാണെങ്കിൽ നമ്മുടെ വിജയ് സാറും അരൂപ് സാറും ഒക്കെയാണ്. ഇംഗ്ലീഷ് നമ്മുടെ പ്രജീഷ് സാറും സാവ്യ മിസ്സും ഒക്കെയാണ് എടുക്കുക. മലയാളം നമ്മുടെ ഷിബു സാറാണ് എടുക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ അവിടെ അനശ്വര മിസ്സും നമ്മുടെ ഷഫീഖ് സാറും ഇവരൊക്കെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ പ്രഗത്ഭരായ
ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിലുള്ള ആളുകളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് കണ്ടന്റുകൾ എടുത്തു തരാനായിട്ട് അവർക്ക് പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, ജയിലർ, ഈ പരീക്ഷകൾക്ക് വേണ്ടി കൃത്യമായ ഒരു സ്ട്രാറ്റജിയിൽ പഠിച്ചു പോകാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായുള്ള ഒരു ടൈം ടേബിൾ കാണും. അതായത് ഓരോ ദിവസവും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ടൈം ടേബിൾ കാണും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഗതി, നിങ്ങൾക്ക് ഇവിടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കിട്ടും. നിങ്ങളുടെ 1 മിനിറ്റ് പോലും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. രണ്ടാമത്തെ കാര്യം അത്. 3, നിങ്ങളുടെ ഇവിടുത്തെ നോട്ടുകളെല്ലാം PDF നോട്ടുകൾ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന A4 സൈസിലുള്ള PDF നോട്ടുകളാണ്. 4 5 പേരിലൂടെ കടന്നു പോയിട്ടാണ് ഈ നോട്ട് നിങ്ങളിലേക്ക് എത്തുക. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെന്റർ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് കൃത്യമായുള്ളൊരു മെന്റർഷിപ്പ് കിട്ടും. ഈ ബാച്ചിൽ നിങ്ങളുടെ മെന്ററായിട്ട് വരുന്നത് അനില മിസ് ആണ്. ഏറ്റവും മികച്ചൊരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കും. ഇതും പോരാഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള മോട്ടിവേഷണൽ സെഷനുകളുമായിട്ട് ഞാനും അമൽ സാറും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പഠിത്തത്തിൽ നിന്ന് മടുത്തു പോകാനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല. അടിപൊളിയായിട്ട് പഠിച്ചു പോകാനായിട്ട് നിങ്ങൾക്കുള്ള എല്ലാ വഴികളും ഞങ്ങൾ ഒരുക്കി തരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോടാം. വളരെ കുറച്ച് സമയം കൂടി ഉള്ളൂ, ലിമിറ്റഡ് സീറ്റ്സ് കൂടി ഉള്ളൂ. 8281223366 നമ്പറിലോട്ട് വിളിച്ചാൽ മതി കേട്ടോ. 8281223366. ഇനി അല്ല എങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോടാം. ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോ. അവിടെ കയറുമ്പോൾ നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കാണാൻ പറ്റും. ആ ഡെമോ ക്ലാസ്സും ഡെമോ നോട്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ആ ക്വാളിറ്റിയും ആ അഷ്വറൻസും ഞങ്ങൾക്ക് തരാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ബാച്ചെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. ഇനി അതുമല്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ? 8281223366 നമ്പറിലോട്ട് വിളിച്ചോടാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബാച്ച്. 2027 ധൈര്യമായി ജോലിയിൽ കയറാം. നമുക്ക് ക്ലാസ്സിൽ കാണാം.